السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا يستوي الخبيث ولا الطيب ولو أعجبك كثرة الخبيث واتقوا الله يا أولي الألباب لعلكم تفلحون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജീവിക്കുവാനുള്ള ഈ കാലയളവ് അവന് വേണ്ടി നീക്കി വെച്ചുകൊണ്ട് അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ ഈമാൻ കൊണ്ടും നല്ല അമലുകൾ കൊണ്ടും ധന്യമാക്കുവാൻ നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മയെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിത വിജയത്തിന് ഈ ലോകത്തും പരലോകത്തും വിജയം വരിക്കുവാൻ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ വൃത്തിയും സ്ഫടികപാത്രം പോലെ അത് എന്നുമെന്നും ഈമാൻ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന അവസ്ഥയും ആണ് എന്നായിരുന്നു നമ്മൾ നേരത്തെ സംസാരിച്ചത്. എന്നാൽ മനസ്സിൽ ഈമാനിന്റെ ഈ തിളക്കം കെടുത്തിക്കളയുന്ന, ഇരുട്ട് പരത്തുന്ന ചില കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും നമ്മളെ പരിക്കേൽപ്പിക്കുന്ന ഒരു സംഗതി മോശമായ, ചീത്തയായ, ദുഷിച്ച കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ്. മനുഷ്യന്റെ മനസ്സും ഏറെക്കുറെ ആ ഒരു പ്രകൃതത്തിലാണ് പ്രവർത്തിക്കുന്നത്. നല്ലതും ചീത്തയും നമ്മൾ കാണുകയാണെങ്കിൽ, ചീത്തയോട് എന്തെങ്കിലും താല്പര്യവും പ്രത്യേകമായ അനുരാഗവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിലേക്കാണ് നമ്മൾ വഴുതി പോവുക. അത് ഖുർആനും മനുഷ്യന്റെ പ്രകൃതമായി അറിയിക്കുന്നുണ്ട്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ. മനുഷ്യന്റെ മനസ്സ് തിന്മയും തെറ്റും ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അർത്ഥം. അപ്പൊ തിന്മയും തെറ്റും ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഈമാനിന്റെ പ്രകാശത്തിലേക്ക്, തിളക്കത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അതിൽ തന്നെ നിർത്തേണ്ടത് എന്നതാണ് പ്രധാനം. അതിൽ മൗലികമായി ഒരു പരിഹാരം എന്നോണം ഖുർആൻ അറിയിക്കുന്നത് നന്മയെ പറ്റിയും മോശമായതിനെ പറ്റിയുമുള്ള തികഞ്ഞ ബോധ്യം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ്. കുൽ, പറയുക, ലാ യസ്തവിൽ ഖബീസു വലത്വയ്യിബു. നല്ലതും മോശമായതും ഒരിക്കലും തുല്യമല്ല. നല്ലതിന്, നന്മക്ക് അതിൻ്റെതായ മാർഗമുണ്ട്. അത് ചെയ്താൽ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. പകരം മോശമായതാണ് ചിന്തിക്കുന്നത് എങ്കിൽ, പറയുന്നത് എങ്കിൽ, പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിനും അതിൻ്റെതായ ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളും ഇവിടെയും പരലോകത്തും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഏത് മാനദണ്ഡ പ്രകാരം നോക്കിയാലും
നല്ലതും ചീത്തയും ഒരുപോലെയാവുന്നു എന്ന് പറയാൻ സ്വീകരിക്കാനോ സാധിക്കുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, മോശമായത് എത്രത്തോളം നമ്മളുടെ ചുറ്റുപാടും ഉണ്ടെങ്കിലും അത് മോശം തന്നെയാണ്. ധാരാളം ആളുകൾ ചെയ്യുന്നു, സമൂഹത്തിന്റെ അംഗീകാരമുണ്ട്, സർക്കാർ പിന്തുണക്കുന്നുണ്ട്, എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ചീത്ത തന്നെയാണ്. അതൊരിക്കലും നന്മക്ക് പകരമാവുകയില്ല. എന്നിട്ട് പറയുന്നതാണ് പ്രധാനം, വത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക, സൂക്ഷിച്ച് ജീവിക്കുക. എന്തിന്? നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ വേണ്ടി. അപ്പൊ യഥാർത്ഥത്തിലുള്ള വിജയം നന്മയെ മാത്രം സ്വീകരിച്ച് തിന്മയെ പടിക്ക് പുറത്ത് നിർത്തി ജീവിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ആ ഒരു യാഥാർത്ഥ്യം കേവലം വിശ്വാസി മുസ്ലിം എന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുകയില്ല. ഉലുൽ അൽബാബ്, അതീവ ബുദ്ധിയും കാര്യങ്ങളെ വേർതിരിച്ച് കാണുവാനുള്ള ശേഷിയും ഉള്ളവർക്ക് മാത്രമേ ആ ഒരു യാഥാർത്ഥ്യമായി സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, കഴിയുകയുള്ളൂ എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നന്മയെ പറ്റി അതിനേക്കാളേറെ തിന്മയെ പറ്റിയുള്ള ജാഗ്രത ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്കുണ്ടാവേണ്ടത്. ആ തിന്മകൾ നമ്മൾ അറിയാതെ മനസ്സിൽ കയറിക്കൂടി മനസ്സിനെ ചീത്തയാക്കാതിരിക്കാൻ വേണ്ടി. ഖുർആൻ വേറെയും അക്കാര്യം പറയുന്നുണ്ട്, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ദൂഷ്യം കാരണം അവന്റെ മനസ്സ് മൂടിയിരിക്കുന്നു, ഒരു മറക്കകത്തായിരിക്കുന്നു. മനസ്സിലേക്ക് എന്ത് പറഞ്ഞാലും കേൾപ്പിച്ചാലും പ്രവേശിക്കാത്ത രൂപത്തിൽ മനസ്സ് ഒരു മറക്കകത്ത് ഇരിക്കുന്ന അവസ്ഥയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ദുഷിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാ തിന്മകളെയും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, പൂർണ്ണമായും വർജിച്ച് ജീവിക്കുക എന്നതാണ് ഈമാൻ നിലനിർത്താൻ, മനസ്സ് വൃത്തിയാക്കി നിലനിർത്താൻ വേണ്ടത് എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഈമാൻ അയാൾക്ക് തിന്മ ചെയ്യുന്നതിന് തടസ്സമാവുന്നില്ല എങ്കിൽ, തിന്മയിൽ നിന്ന് അയാളെ തടഞ്ഞു നിർത്തുന്നില്ല എങ്കിൽ അയാളുടെ ഈമാനിന് ഒരു പ്രസക്തിയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈമാൻ കൊണ്ട് നല്ലത് ചെയ്യണം, പള്ളിയിലേക്ക് വരണം, നമസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ഒക്കെ നിർവഹിക്കാം. അതിനേക്കാളേറെ മനസ്സിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്ന ഈമാനിന്റെ ദൗത്യം ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തലാണ്. അഥവാ നന്മയും തിന്മയും ഉണ്ടാകുമ്പോൾ നന്മ ചെയ്യുന്നതിനേക്കാൾ ഏറെ ഈമാൻ മാറ്റുരക്കപ്പെടേണ്ടത് തിന്മ ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ആ കണിശതയിൽ ജീവിക്കുമ്പോഴാണ് എന്നർത്ഥം. കുറ്റകരങ്ങളായ തിന്മയായ എന്തെല്ലാം ഉണ്ടോ അത് ഒരുപക്ഷെ നേർക്കുനേരെ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ പരോക്ഷമായിരിക്കാം. പൂർണ്ണമായും നിങ്ങൾ വെടിയുക. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ തിന്മകളെയും പടച്ചവൻ വിലക്കിയിരിക്കുന്നു. അപ്പൊ അല്ലാഹു അല്ലെങ്കിൽ റസൂലുള്ളാഹ് വിലക്കപ്പെട്ടതാണ്, പാടില്ല എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ മനസ്സ് പൂർണ്ണമായും കഴുകി വൃത്തിയാക്കും. അത് ഒരു സമൂഹമാണെങ്കിലും, ഒരു വ്യക്തിയാണെങ്കിലും, ഒരു ഭരണകൂടമാണെങ്കിലും തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പ്രയാസം അവർ ഉണ്ടാവുകയും ചെയ്യും. എന്തുകൊണ്ട് പാടില്ല, എന്തുകൊണ്ട് ചെയ്യരുത് എന്നുള്ളതിന് അല്ലാഹു പ്രത്യേകമായ ചില തന്ത്രങ്ങളും യാഥാർത്ഥ്യങ്ങളും നിശ്ചയിച്ചിട്ടുമുണ്ട്.
അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കണമെന്നില്ല. സൂറ ഇസ്രാ എന്ന അധ്യായത്തിൽ വിലക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ സുദീർഘമായി പറയുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് വിലക്കുകളെ വിലക്കുകളായി കണ്ടുകൊണ്ട് മാറ്റി നിർത്തുക, ആർക്കാണ് സാധിക്കുക എന്നതും പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഈ പറഞ്ഞ വിലക്കുകളൊക്കെ അല്ലാഹു താങ്കൾക്ക് നൽകിയിരിക്കുന്ന തത്വോപദേശങ്ങളാണ്, അഥവാ ഹിക്മത്താണ്, അറിവല്ല. അറിവിനേക്കാളും അപ്പുറത്താണ് ഒരാൾക്ക് ഹിക്മത്ത് ലഭിക്കുക എന്നത്. അങ്ങനെ ഈമാൻ പൂർണ്ണമായി മനസ്സിൽ ഉണ്ടായിരിക്കും. ധാരാളമായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്താൽ അവരുടെ മനസ്സിലാണ് പാടില്ലാത്ത കാര്യങ്ങൾ ഒരു ഹിക്മത്തായി, തത്വോപദേശമായി, അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ജ്ഞാനമായി മാറുന്നത്. ഏത് വിലക്കുകളെയും നമ്മൾ നോക്കുക. മദ്യപിക്കാൻ പാടില്ല, അത് മുസ്ലിങ്ങളോട് മാത്രമുള്ള സംഗതിയല്ല. മദ്യപാനം ആരുപേക്ഷിച്ചോ അവർക്കെല്ലാം അതിന്റെ ആരോഗ്യകരമായ നേട്ടം കിട്ടും. ചൂതാട്ടം പാടില്ല, അതും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. അത് മാറ്റി നിർത്തിയാൽ അതിന്റെ സാമ്പത്തികമായ നേട്ടം എല്ലാ മനുഷ്യന്മാർക്കും കിട്ടും, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും. പലിശ പാടില്ല, അതും അങ്ങനെ തന്നെയാണ്. അപ്പൊ പാടില്ല പാടില്ല എന്നിങ്ങനെയുള്ള വിലക്കുകൾക്കൊക്കെ മുസ്ലിം എന്നതിനേക്കാൾ അപ്പുറം സമൂഹത്തിന്റെ പൊതു നന്മ ആണ് മതം ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുകയാണെങ്കിലോ സമൂഹം തകരുകയും ചെയ്യും. ഇന്ന് നമ്മുടെ സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പലിശയും ചൂതാട്ടം, ലോട്ടറിയും മദ്യവുമാണ്. സ്വാഭാവികമായും പാടില്ല എന്ന് പടച്ചവൻ പറഞ്ഞിരിക്കുന്ന കാര്യം നാം ചെയ്യുകയാണെങ്കിൽ, ഭരണകൂടമാണെങ്കിലും സമൂഹമാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസം അതിന്റെ ഒരു ഭാഗമാണോ എന്നുകൂടി ബുദ്ധിയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഉലുൽ അൽബാബിന് ചിന്തിക്കുവാനുള്ള അവസരവും അല്ലാഹു അവിടെ തുറന്നു വെക്കുന്നുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് സമൂഹത്തിൽ ബാധിക്കുന്ന, കുടുംബത്തിൽ ബാധിക്കുന്ന, വ്യക്തിപരമായ തലത്തിൽ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈ പറഞ്ഞ രൂപത്തിൽ ഈമാനിന് വിരുദ്ധമായ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായി തന്നെ ഗൗരവപൂർവ്വം കാണണം, മാറ്റിവെക്കണം എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. അതിന് ഈമാൻ വളരെ വളരെ ശക്തമാവേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഈമാനോ ഇസ്ലാമോ ആണെങ്കിൽ അതുകൊണ്ട് ഈ പറഞ്ഞ തെറ്റുകളിൽ നിന്ന് മനസ്സിനെ കഴുകി വൃത്തിയാക്കുക സാധ്യമല്ല. നമ്മൾ പാല് ശ്രദ്ധിച്ചിരിക്കും. ചീത്തയായ വെള്ളത്തിൽ പാലൊഴിച്ചാൽ എന്തുണ്ടായിരിക്കും? പാലും ചീത്തയാകും. പിന്നെ അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുകയില്ല. എന്നാൽ പാല് കടഞ്ഞു കിട്ടുന്ന വെണ്ണയുണ്ട്, അത് കലങ്ങിയ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ, അത് മുകളിൽ പൊങ്ങിക്കിടക്കും. വെണ്ണ ഒരിക്കലും ആ വെണ്ണവുമായി കലരുകയില്ല. ഇതുപോലെയാണ് ഈമാൻ ആവേണ്ടത്. ഏതെല്ലാം ചീത്തയായ, മോശമായ, വൃത്തികെട്ട പരിസരങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മളുടെ ഈമാൻ കലങ്ങിയ വെള്ളത്തിൽ പാല് ഒഴിച്ച പോലെ ആവാൻ പാടില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും വെണ്ണ കട്ട പോലെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന, ചുറ്റുഭാഗത്ത് എന്തുണ്ടായാലും അത് എന്നെ ഒരിക്കലും പരിക്കേൽപ്പിക്കുകയില്ല എന്ന് പറയാവുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു തർബിയത്ത്, ചിന്ത, ശക്തമായ ഈമാൻ, അള്ളാഹുവിനെ കാണുന്നുണ്ട്, അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന ജാഗ്രതയാണ് ഈ രൂപത്തിൽ മനസ്സിനെ വൃത്തിയാക്കാനും തിന്മകളോട് ഒരിക്കലും രാജിയാവാതെ
പുണ്യത്തിൽ മാത്രം ജീവിക്കുവാനും ആവശ്യം. അത് അനുസരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക, വീക്ഷണങ്ങളെ നമ്മൾ ശരിപ്പെടുത്തുക, അമലുകളെ ഈമാനിന്റെയും ഭക്തിയുടെയും അടിസ്ഥാനത്തിൽ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും നല്ലത് ചെയ്യുകയും അല്ലാത്തതൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മുടെ ഈമാൻ ഈ രൂപത്തിൽ വൃത്തിയാക്കി തിളക്കത്തോടുകൂടെ നിർത്തുവാൻ, സമൂഹത്തിലും നമ്മുടെ ജീവിത പരിസരത്തിലുമുള്ള എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും വളർന്നു വരുന്ന എല്ലാവർക്കും ആ ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നന്മയെയും തിന്മയെയും എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നത് നേരത്തെ ആയത്തുകളിൽ കേട്ടുകഴിഞ്ഞു. അത് ഒന്നുകൂടി ഒരു ഉദാഹരണ സഹിതം ഹദീസുകളിൽ നിന്ന് നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ആ കാര്യം പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മലയുടെ താഴത്ത് അടിവാരത്ത് ഇരിക്കുന്നവനെ പോലെയാണ് യഥാർത്ഥ വിശ്വാസി ഏത് ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ കാണുക. മലയുടെ നേരെ ചുവട്ടിൽ ഇരിക്കുന്നവന്റെ ആശങ്ക എന്താണ്? ഈ മല എപ്പോഴും തന്റെ തലയിലേക്ക് മറിഞ്ഞു വീഴുമോ എന്ന പേടിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് എത്ര കണ്ട് തുടിക്കും പേടി കൊണ്ട്, എത്ര ആശങ്കയുണ്ടാകും. അയാൾക്ക് സ്വസ്ഥതയുണ്ടാവുകയില്ല, ഉറങ്ങാൻ സാധിക്കുകയില്ല, എപ്പോഴും വെപ്രാളവും പേടിയുമായിരിക്കും. ഇതുപോലെയാണ് തന്നെ തെറ്റ് ബാധിക്കുമോ, താൻ തെറ്റിൽ വീഴുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല വിശ്വാസി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇനി ഇതിന്റെ മറുഭാഗമോ, മോശമായ ഒരാൾ, ഫാജിർ, അധർമ്മിയായ ഒരാൾ എങ്ങനെയായിരിക്കും തെറ്റുകളെ കാണുന്നത്? അയാൾ കാണുന്നത് കദുബാബിൻ മറ അലാ അൻഫിഹി. അയാളുടെ മൂക്കത്തിരിക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ് മോശമായ ജീവിക്കുന്ന ഒരാൾ ഏത് തെറ്റുകളെയും കാണുന്നത്. മൂക്കിന്മേൽ ഈച്ച വന്നിരുന്നാൽ ഇരിക്കുമ്പോഴുള്ള ഒരു പ്രയാസം, ഒരു അരോചകാവസ്ഥ നമുക്കുണ്ടാകും. അതങ്ങ് തട്ടിമാറ്റിയാൽ പോവുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. ഈച്ച വന്നിരുന്നു എന്നതുകൊണ്ട് ഒരു രൂപത്തിലും ശരീരത്തിന് പരിക്കേൽക്കുന്നില്ല, ആരോഗ്യത്തിന് കുഴപ്പമില്ല, സമയം നഷ്ടപ്പെടുന്നില്ല, ഒന്നുമില്ല. അതുപോലെയാണ് മോശമായ ഫാജിറായ ഈമാൻ ബലഹീനമായ ഒരാൾ തെറ്റുകളെയും കുറ്റങ്ങളെയും നോക്കിക്കാണുന്നത്. ശരീരത്തിൽ ഇരിക്കുന്ന ഒരു ഈച്ചയെ കൈവീശി ആട്ടി പുറത്താക്കുന്ന ലാഘവത്തിലാണ് തെറ്റുകൾ കാണുന്നത് എങ്കിൽ ഉറപ്പാണ് അയാൾ ഏത് സമയത്തും തെറ്റുകൾക്കകത്ത് മാത്രമേ ജീവിക്കുകയുള്ളൂ. ആ തെറ്റുകൾക്കകത്തേക്ക് പോവാൻ അയാൾക്ക് ഒരു മാനസിക പ്രയാസവും ഉണ്ടാവുകയില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും പ്രയാസകരമായ ഘട്ടം എപ്പോഴായിരിക്കും? പാപ്പ കാണുന്നുണ്ടോ, അമ്മാവൻ കാണുന്നുണ്ടോ, പള്ളിയിലെ ഇമാമ് കാണുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ഭയാശങ്കകൾ എപ്പോഴായിരിക്കും? തുടക്കത്തിൽ മാത്രമായിരിക്കും. അത് അദ്ദേഹം പറഞ്ഞു, അസ്വാബുൽ ഹറാമി അവ്വലു. ഒരു ഹറാമ് ചെയ്യാൻ ഏറ്റവും പ്രയാസകരമായ ഘട്ടം അതിന്റെ ഒന്നാം ദിവസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമായാലോ അത് സാരമില്ല എന്നാകും. കുറച്ചുകൂടി കഴിഞ്ഞാലോ അത് നമ്മുടെ പ്രകൃതമാകും. പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് മാറ്റിവെക്കാൻ പറ്റാത്ത ശീലമാകും. പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞാലോ അതുപോലെ
ആസ്വാദനം നൽകുന്ന മറ്റൊരു ഹറാമും എവിടെയാണ് എന്താണെന്ന് തേടിപ്പിടിക്കും. അങ്ങനെ ചങ്ങലയായിട്ട് ഹറാമും തെറ്റുകളുമായിട്ട് ജീവിച്ചു കൊണ്ടേയിരിക്കുന്ന. അപ്പോൾ ഏത് തെറ്റും തെറ്റാകുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ മനസ്സ് നമ്മെ എപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കണം. ഈമാനിന്റെ ശക്തിയിൽ മനസ്സ് നമ്മളെ ഉൾവിളി കേൾപ്പിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈമാനികമായ ഒരു ഉയർച്ച നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്ര ചെറിയ തെറ്റാണെങ്കിലും ഒരിക്കലും ഒരാളെയും ഒരു രൂപത്തിലും ബാധിക്കാത്ത തെറ്റാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. അതിനെ തെറ്റായി തന്നെ കാണുക. ഒരു മല തന്റെ മുകളിൽ വീഴുകയാണെങ്കിലുള്ള ജാഗ്രതയോടുകൂടെ അത് കാണണം. ഒരിക്കലും മൂക്കിൻ തുമ്പത്തിരിക്കുന്ന ഈച്ചയെ ആട്ടുന്ന ലാഘവത്തിൽ തെറ്റുകളെ സമീപിക്കാനും കാണാനും പാടില്ല. അത് തർബിയത്തിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്, അമലുസ്വാലിഹാത്തിന്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മനസ്സിൽ മാത്രം ഉണ്ടാവേണ്ട തഖ്വയുടെയും ഭാഗമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവൻ കാണുന്നുണ്ട് എന്ന ജാഗ്രത മറക്കാതിരിക്കുക. എപ്പോഴും അവന്റെ കൈകളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. അവൻ കൈവിട്ടാൽ നമ്മളെ താങ്ങുവാനും കാക്കുവാനും ആരുമില്ല എന്നും നമ്മൾ അറിഞ്ഞിരിക്കുക. റബ്ബ് നമ്മെ എല്ലാവിധ നന്മയും ബർക്കത്തും ആരോഗ്യവും ശരീരത്തിന് ഉന്മേഷവും ആഫിയത്തും ഇബാദത്തുകൾ ചെയ്യുവാനുള്ള താല്പര്യവുമെല്ലാം നിലനിർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കും മുമ്പ് കഴിഞ്ഞു പോയ സുഹൃത്തുക്കൾക്കും ഒക്കെ ബർക്കത്ത് നൽകി റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാവിയിൽ ഏറ്റവും നല്ലവരായി ജീവിക്കുവാൻ നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ നല്ല തർബിയത്തിലും സ്വഭാവത്തിലും വളർത്തിയെടുക്കുവാനും റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.